ഈ വാലും തുമ്പും അറിയാതെ വീഡിയോ ചെയ്തിട്ട് എന്തിനാടാ ആൾക്കാരെ പറ്റിക്കുന്നത്? സിംഗപ്പൂര് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിസ അപ്രൂവൽസ് ആണ് ഇതൊക്കെ. വെറും 2 വീക്സ് കൊണ്ടാണ് നമുക്ക് ഈ വിസ അപ്രൂവൽ കംപ്ലീറ്റ് കിട്ടിയിട്ടുള്ളത്. 1 ഇയറിന്റെ ഡിപ്ലോമ പ്രോഗ്രാം ആണ് വരുന്നത്. 6 മന്ത് ക്ലാസ്സും 6 മന്ത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് വരിക. വെറും 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് 35 ഏജിന് താഴെയുള്ള കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കണ്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. അന്ന് ഈ വീഡിയോയുടെ താഴെ ഞാൻ പോയിട്ടൊരു കമൻറ്റ് ഇട്ടായിരുന്നു. അതായത് ഇവിടെ പഠിക്കാൻ വന്ന പ്രൈവറ്റ് കോളേജ് സ്റ്റുഡൻസിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണോ ബ്രോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? അറിയത്തില്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാനോ, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ അവരെ പറ്റിയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും പുള്ളിക്കാരൻ എന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. കാരണം എനിക്ക് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പല ഫ്രണ്ട്സും ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരൻ എന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. അവസാനം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി അവൻ്റെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിപ്പോൾ മുന്നിൽ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിംഗപ്പൂരിലെ പ്രൈവറ്റ് കോളേജിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാനും ഈവൻ നിങ്ങൾക്ക് ഓൺ ജോബ് ട്രെയിനിങ്, അതായത് OJT കണ്ടുപിടിക്കാൻ വരെ തന്നെ പാടാണ്. അഥവാ കിട്ടിയാൽ തന്നെ $500 $1000 അതായത് ഏജൻസിക്കാർ പറയുന്നതൊന്നല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇനി അഥവാ പാർട്ട് ടൈം ആണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ഇല്ലീഗലാണ്. അതായത് ഏജൻസിക്കാർ ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു വന്ന പലരും എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ പാർട്ട് ടൈം കിട്ടുമോ, എവിടെയെങ്കിലും കിട്ടുമോ, ശരിയാക്കി തരാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൈവറ്റ് കോളേജിൽ സിംഗപ്പൂർ പഠിക്കാൻ വേണ്ടി വന്നിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരവുമില്ല. അതായത് ഈ ഒരു വർഷത്തെ ബേക്കിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അതുപോലത്തെ ഒരു വർഷത്തെ കോഴ്സൊന്നും എടുത്ത് സിംഗപ്പൂരിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കുറേ സ്കാമുകളും കുറേ വീഡിയോകളും സിംഗപ്പൂരിനെ പറ്റി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്കാം വീഡിയോകളിൽ പോയി പെടാതിരിക്കുക. പിന്നെ എന്നാൽ നന്നായിട്ട് അറിയാവുന്നവർ അല്ലെങ്കിൽ ഈ സ്കാമിനെ പറ്റി അല്ലെങ്കിൽ അവിടെ പെട്ടിരിക്കുന്ന പ്രൈവറ്റ് സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ പെടുവാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സിംഗപ്പൂരിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളത് ഒന്നെങ്കിൽ അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതൊരു സ്കാം എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ടിങ്ങിൽ അടിച്ചു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ഇതുപോലത്തെ സ്കാമിൽ പെടാതെ രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയുണ്ട്. കാരണം വരാനിരിക്കുന്നവർക്ക് ഇതുപോലത്തെ വലിയ പ്രതീക്ഷകൾ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒന്നാവാതെ പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഷെയർ ചെയ്യാതിരിക്കുക, പറ്റുന്നുള്ള റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറയുന്ന വീഡിയോസ് പരമാവധി ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. ഇതുകൊണ്ട് ഞാൻ വലിയൊരു റീച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പരമാവധി ഇതുപോലത്തെ സ്കാമിൽ പെടാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ചെറിയ രീതിയിലൊന്ന് ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ.